നമസ്കാരം. മിഡീസ്റ്റ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ബഹ്റൈനും തൊഴിൽ മേഖലയിൽ സ്വദേശിവൽക്കരണം ഊർജിതമാക്കുന്നു. സ്വദേശികൾക്ക് കൂടുതൽ പരിഗണന നൽകണമെന്ന് ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി അതോറിറ്റി. സ്വദേശികളെ പരിഗണിക്കാത്ത കമ്പനികൾക്കെതിരെ നടപടിയുണ്ടാകുമെന്നും മുന്നറിയിപ്പ്. കുവൈത്തിൽ കുട്ടികളുടെ ഇഖാമ പുതുക്കുന്നതിന് മാതാപിതാക്കൾ രാജ്യത്തുണ്ടാകണമെന്ന നിബന്ധന പരിഗണനയിൽ. സർക്കാർ മേഖലയിലെ വനിതാ ഡോക്ടർമാർക്കും അധ്യാപകർക്കും ഇളവ് നൽകാനും ആലോചന. ആശ്രിത വിസയിലിരിക്കെ വിവാഹമോചനം നേടിയ സ്ത്രീകൾക്ക് താമസാനുമതി പുതുക്കി നൽകേണ്ടതില്ലെന്നും ആഭ്യന്തര മന്ത്രാലയം. സൗദി രാജാവിന്റെ കിഴക്കൻ ഏഷ്യ പര്യടനത്തിന് അടുത്തയാഴ്ച തുടക്കമാകും. ജപ്പാനും ഇന്തോനേഷ്യയും അടക്കം 5 രാഷ്ട്രങ്ങളിൽ സൽമാൻ രാജാവ് സന്ദർശിക്കും. ജപ്പാനിൽ സൗദി ഭരണാധികാരി എത്തുന്നത് ചരിത്രത്തിലാദ്യം. വിശദമായ വാർത്തകളിലേക്ക്. ഗൾഫ് രാജ്യങ്ങളുടെ ആയുധ ഇറക്കുമതിയിൽ 12% വർധനയുണ്ടായതായി റിപ്പോർട്ട്. സ്റ്റോക്ക്ഹാം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പുറത്തുവിട്ട റിപ്പോർട്ടിലാണ് ഇക്കാര്യമുള്ളത്. എണ്ണവില ഇടിഞ്ഞതുമൂലം വരുമാനത്തിൽ വൻ കുറവ് വന്നിട്ടും ഗൾഫ് രാജ്യങ്ങൾ ആയുധ ഇറക്കുമതിക്കുള്ള വിഹിതം വെട്ടിക്കുറച്ചിട്ടില്ലെന്നും കണക്കുകൾ സൂചിപ്പിക്കുന്നു. കഴിഞ്ഞ 5 വർഷങ്ങളിലെ ആഗോള ആയുധ ഇറക്കുമതിയുടെ 43% ഏഷ്യ ഓഷ്യാനിയ രാജ്യങ്ങളിലേക്കാണ്. മുൻകാലങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ 2012 മുതൽ 2016 വരെയുള്ള കാലയളവിൽ GCC രാജ്യങ്ങൾ 86% കൂടുതൽ ആയുധങ്ങൾ ഇറക്കുമതി ചെയ്തതായാണ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. പശ്ചിമേഷ്യയിൽ നിലനിൽക്കുന്ന സംഘർഷ സാഹചര്യവും ഇറാനുമായുള്ള ശീതസമരവുമാണ് ഗൾഫ് രാജ്യങ്ങളുടെ ആയുധ വ്യാപാരം വർദ്ധിക്കാനുള്ള കാരണമായി വിലയിരുത്തപ്പെടുന്നത്. കഴിഞ്ഞ 5 വർഷത്തിനിടെ 212% സൗദിയുടെ ആയുധ ഇറക്കുമതി തോത് വർദ്ധിച്ചത്. 2015-16 വർഷങ്ങളിൽ ഏറ്റവും കൂടുതൽ തുക ആയുധാവശ്യത്തിന് വകയിരുത്തിയ രാജ്യങ്ങളുടെ പട്ടികയിൽ സൗദിക്ക് 2ാം സ്ഥാനമാണ്. ഖത്തർ, UAE എന്നീ രാജ്യങ്ങളും പട്ടികയിൽ ആദ്യ 10 രാജ്യങ്ങളുടെ കൂട്ടത്തിലുണ്ട്. ആയുധ ഇറക്കുമതിയിൽ ആഗോളതലത്തിൽ കുവൈത്തിന് 36ാം സ്ഥാനമാണ്. യൂറോപ്യൻ, ലാറ്റിൻ അമേരിക്കൻ, ആഫ്രിക്കൻ രാജ്യങ്ങളുടെ ആയുധ ഇറക്കുമതി തോത് കുറഞ്ഞതായും റിപ്പോർട്ട് എടുത്തു പറയുന്നു. ആഗോള ആയുധ കയറ്റുമതിയുടെ 75% അമേരിക്ക, റഷ്യ, ചൈന, ഫ്രാൻസ്, ജർമ്മനി എന്നീ 5 രാജ്യങ്ങളിൽ നിന്നാണെന്നും സ്റ്റോക്ക്ഹോം റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. മീഡിയ 1, കുവൈറ്റ് സിറ്റി. അബുദാബിയിൽ 5 ദിവസമായി നടക്കുന്ന അന്താരാഷ്ട്ര പ്രതിരോധ പ്രദർശനത്തിന് സമാപനമായി. എണ്ണവിലയുടെ തകർച്ചയ്ക്കിടയിലും പശ്ചിമേഷ്യയിൽ ആയുധ വിപണിയും പ്രതിരോധ മേഖലയും തളരുന്നില്ലെന്ന കൃത്യമായ സന്ദേശം നൽകിയാണ് പ്രദർശനത്തിനും വിൽപ്പനയ്ക്കും കൊടിയിറങ്ങിയത്. 1900 കോടി ദിർഹമിന്റെ ആയുധ വ്യാപാരത്തിന് വേദിയൊരുക്കിയാണ് അന്താരാഷ്ട്ര പ്രതിരോധ പ്രദർശനം അബുദാബിയിൽ സമാപിച്ചത്. പശ്ചിമേഷ്യൻ രാഷ്ട്രീയ കാലുഷ്യങ്ങൾ തുടരുന്നതിനാൽ പ്രതിരോധ മേഖലയിൽ നിന്ന് പുറകോട്ടു പോകാൻ മേഖലയിലെ രാജ്യങ്ങൾക്ക് സാധിക്കില്ലെന്നാണ് ഉയർന്ന ആയുധ വ്യാപാരത്തിലൂടെ വ്യക്തമാകുന്നത്. UAE പ്രസിഡന്റ് ഷെയ്ഖ് ഖലീഫ ബിൻ സായിദ് അൽ നഹ്യാന്റെ രക്ഷാധികാരത്തിൽ ഫെബ്രുവരി 19 അബുദാബി നാഷണൽ എക്സിബിഷൻ സെന്ററിൽ പ്രദർശനം ആരംഭിച്ചത്. ബോയിങ്, ലോക്ക്ഹീഡ് മാർട്ടിൻ, നോർത്രോപ്പ് ഗ്രൂമാൻ, റൈത്തിയോൺ, റോസ്റ്റക് തുടങ്ങി 1235 കമ്പനികളാണ് പ്രദർശനത്തിൽ പങ്കെടുത്തത്. UAE സായുധ സേനയുടെ ആയുധ കരാറുകളിൽ കൂടുതലും നേടിയത് എമിറേറ്റ്സ് പ്രതിരോധ വ്യവസായ കമ്പനിയുടെ അനുബന്ധ സ്ഥാപനമായ നിമ്ർ ഓട്ടോമോട്ടീവാണ്. നിമ്രിൽ നിന്ന് 1800 ആയുധഭേദ വാഹനങ്ങൾ വാങ്ങാൻ ധാരണയിലെത്തിയതായി UAE സായുധ സേന അറിയിച്ചു. ജെയ്സ് 4x4, ഇൻഫൻട്രി 6x6 ഇനങ്ങളിലായി 1500 യുദ്ധവാഹനങ്ങളും 150-ലധികം പീരങ്കി അനുബന്ധ വാഹനങ്ങളും ടാങ്ക് നിയന്ത്രിത മിസൈൽ പ്രതിരോധ സംവിധാനം ഉൾക്കൊള്ളുന്ന 115 അജ്ബാൻ 440A വാഹനങ്ങളുമാണ് 2018 മുതൽ നിമ്ർ കമ്പനി UAE സായുധ സേനയ്ക്ക് കൈമാറുക. തങ്ങളുടെ മികച്ച സൈനിക വാഹനങ്ങളും സാങ്കേതിക വിദ്യകളും കൊണ്ട് UAE സായുധ സേനയുടെ വികാസത്തെ പിന്തുണയ്ക്കാൻ സാധിക്കുന്നതിൽ ഏറെ അഭിമാനമുണ്ടെന്ന് നിമ്ർ CEO ഡോക്ടർ ഫഹദ് സൈഫ് അർഹര പറഞ്ഞു. തങ്ങളുടെ കമ്പനിയുടെ ചരിത്രത്തിൽ ഈ കരാറുകൾ ഏറെ പ്രധാനമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മീഡിയ 1, അബുദാബി. ബഹ്റൈനിലെ തൊഴിൽ വിപണിയിൽ സ്വദേശികൾക്ക് കൂടുതൽ പരിഗണന നൽകാൻ നിർദ്ദേശം. വിവിധ മേഖലകളിലുള്ള തൊഴിലവസരങ്ങളിൽ സ്വദേശികൾക്ക് കൂടുതൽ അവസരങ്ങൾ നൽകണമെന്ന് ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി അതോറിറ്റിയാണ് നിർദ്ദേശം നൽകിയത്. ബഹ്റൈനിൽ സ്വദേശികൾക്ക് കൂടുതൽ തൊഴിൽ ലഭ്യമാക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി അതോറിറ്റി ചീഫ് എക്സിക്യൂട്ടീവ് ഒസാമ ലബ്സിയാണ് നിർദ്ദേശിച്ചത്. തൊഴിൽ വിപണിയിൽ സ്വദേശികൾക്ക് മുൻഗണന ലഭിക്കുന്ന രീതിയിലുള്ള സമീപനം കമ്പനികൾ സ്വീകരിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ LMRA ഇൻസ്പെക്ഷൻ ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ആവശ്യമായ അളവിൽ സ്വദേശികൾക്ക് തൊഴിലവസരങ്ങൾ നൽകാത്ത സ്ഥാപനങ്ങൾക്കെതിരെ നടപടിയെടുക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. തൊഴിലില്ലായ്മയിൽ നിന്ന് സ്വദേശികളെ രക്ഷിക്കുവാൻ അവർക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കേണ്ടതുണ്ടെന്നും തൊഴിൽ സ്ഥാപനങ്ങൾ ഇക്കാര്യത്തിൽ വിട്ടുവീഴ്ച വരുത്തുന്ന പക്ഷം വർക്ക് പെർമിറ്റിനുള്ള ഫീസ് തുക വർദ്ധിപ്പിക്കുന്നതടക്കമുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സിറാജ് പള്ളിക്കര, മീഡിയ 1,
ബഹ്റൈൻ. കുവൈത്തിൽ കുട്ടികളുടെ ഇഖാമ പുതുക്കുന്നതിന് മാതാപിതാക്കൾ രണ്ടുപേരും രാജ്യത്തുണ്ടാകണമെന്ന നിബന്ധന പരിഗണനയിൽ. ആഭ്യന്തര മന്ത്രാലയത്തിലെ താമസകാര്യ വിഭാഗമാണ് ഇഖാമ പുതുക്കുന്നതിന് പുതിയ നിബന്ധന നടപ്പാക്കാൻ ഒരുങ്ങുന്നത്. വനിതാ ഡോക്ടർമാർ, അധ്യാപകർ എന്നിവർക്ക് ഈ നിബന്ധനയിൽ ഇളവ് നൽകുമെന്നാണ് സൂചന. താമസകാര്യ വകുപ്പ് വൃത്തങ്ങളെ ഉദ്ധരിച്ച് പ്രാദേശിക പത്രമാണ് ആശ്രിത വിസയിലുള്ള കുട്ടികളുടെ താമസാനുമതി പുതുക്കുന്നതിന് ആഭ്യന്തര മന്ത്രാലയം പുതിയ മാനദണ്ഡം ഏർപ്പെടുത്തുന്നതായി റിപ്പോർട്ട് ചെയ്തത്. കുട്ടികളുടെ ഇഖാമ പുതുക്കാൻ മാതാവിനും പിതാവിനും ഒരേ സമയം താമസാനുമതി ഉണ്ടായിരിക്കണമെന്ന നിബന്ധന വെക്കാനാണ് അധികൃതരുടെ നീക്കം. ഇതു സംബന്ധിച്ച ഔദ്യോഗിക നിർദ്ദേശം ഉടനുണ്ടാകുമെന്ന് വകുപ്പ് വൃത്തങ്ങൾ അറിയിച്ചു. സർക്കാർ മേഖലയിൽ ജോലി ചെയ്യുന്ന വനിതാ ഡോക്ടർമാർ, അധ്യാപികമാർ തുടങ്ങിയ ഏതാനും വിഭാഗങ്ങൾക്ക് നിബന്ധനയിൽ ഇളവുണ്ടാകും. ഭർത്താവിന്റെ അസാന്നിധ്യത്തിലും കുട്ടികളെ സ്പോൺസർ ചെയ്ത് കൂടെ നിർത്താൻ ഇക്കൂട്ടർക്ക് അനുമതി നൽകിയേക്കും. എന്നാൽ ഈ ഇളവ് സ്വകാര്യ മേഖലയിലുള്ളവർക്ക് ലഭ്യമാകില്ല. അതോടൊപ്പം ആശ്രിത വിസയിലിരിക്കെ വിവാഹമോചനം നേടിയ സ്ത്രീകൾക്ക് താമസാനുമതി പുതുക്കി നൽകില്ലെന്നും വിവാഹമോചനം രാജ്യത്തിന് പുറത്തുവച്ചാണെങ്കിൽ ആശ്രിത വിസയിൽ കുവൈത്തിലേക്ക് പ്രവേശനാനുമതി നൽകില്ലെന്നും താമസകാര്യ വകുപ്പ് വൃത്തങ്ങൾ അറിയിച്ചു. മീഡിയ 1, കുവൈറ്റ് സിറ്റി. സൗദി ഭരണാധികാരി സൽമാൻ രാജാവിന്റെ കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലേക്കുള്ള പര്യടനത്തിന് അടുത്തയാഴ്ച തുടക്കമാകും. 1 മാസം നീളുന്ന പര്യടനത്തിൽ 5 രാജ്യങ്ങളിൽ സൽമാൻ രാജാവ് സന്ദർശനം നടത്തും. ഇതാദ്യമായി ഒരു സൗദി ഭരണാധികാരിയുടെ ജപ്പാൻ സന്ദർശനത്തിനും ഈ പര്യടനം സാക്ഷിയാകും. ചൈന, ജപ്പാൻ, ഇന്തോനേഷ്യ, മലേഷ്യ, മാലിദ്വീപ് എന്നീ രാജ്യങ്ങളിലാണ് സൽമാൻ രാജാവ് സന്ദർശനം നടത്തുന്നത്. അടുത്തയാഴ്ച ആരംഭിക്കുന്ന പര്യടനത്തിൽ മലേഷ്യയിലാണ് സൽമാൻ രാജാവ് ആദ്യം എത്തുക. കോലാലംപൂരിൽ 3 ദിവസം തങ്ങുന്ന രാജാവ് അവിടെ നിന്നും ഇന്തോനേഷ്യയിലേക്ക് പോകും. നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് ഒരു സൗദി രാജാവ് ഇന്തോനേഷ്യ സന്ദർശിക്കുന്നത്. 46 വർഷം മുമ്പ് ഫൈസൽ രാജാവാണ് അവസാനമായി ജക്കാർത്തയിൽ സന്ദർശനം നടത്തിയത്. സൽമാൻ രാജാവിന്റെ ഇന്തോനേഷ്യൻ പര്യടനം 12 ദിവസം നീണ്ടുനിൽക്കും. അവിടെ നിന്നും ചതുർദിന സന്ദർശനത്തിനായി അദ്ദേഹം ചൈനയിലേക്ക് പോകും. ഇതിനുശേഷമാണ് ജപ്പാനിലേക്കുള്ള ചരിത്ര സന്ദർശനം. 3 ദിവസം അദ്ദേഹം അവിടെ ചെലവഴിക്കും. ആദ്യമായാണ് ഒരു സൗദി ഭരണാധികാരി ടോക്കിയോ സന്ദർശിക്കുന്നത്. കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലെ പര്യടനം മാലദ്വീപ് സന്ദർശനത്തോടെയാണ് അവസാനിക്കുക. മാർച്ച് 27-ന് ജോർദാനിലെത്തുന്ന രാജാവ് അറബ് ലീഗ് ഉച്ചകോടിയിൽ പങ്കെടുത്ത ശേഷമായിരിക്കും റിയാദിൽ തിരിച്ചെത്തുകയെന്നും പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. മന്ത്രിമാർ ഉൾപ്പെടെ ഒരു വലിയ സംഘം രാജാവിനെ അനുഗമിക്കും. വിവിധ രാജ്യങ്ങളുമായി നിരവധി കരാറുകളും ധാരണാപത്രങ്ങളും ഒപ്പുവെക്കും. ജപ്പാനുമായി പരസ്പര ധാരണക്കുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ കഴിഞ്ഞ ദിവസം ചേർന്ന മന്ത്രിസഭാ യോഗം മന്ത്രിതല സമിതികൾക്ക് രൂപം നൽകിയിരുന്നു. മീഡിയ 1, റിയാദ്. സൗദി തൊഴിൽ മന്ത്രാലയത്തിന്റെ ഓൺലൈൻ സേവനം തകരാറിലായതിനെ തുടർന്ന് വർക്ക് പെർമിറ്റ് പുതുക്കാൻ സാധിക്കാത്തവർക്ക് ഇഖാമ പുതുക്കാൻ പിഴ ചുമത്തിയേക്കില്ല. സൗദി തൊഴിൽ മന്ത്രാലയത്തെ ഉദ്ധരിച്ച് കിഴക്കൻ പ്രവിശ്യ ചേംബർ പ്രതിനിധി എഞ്ചിനീയർ നയീം അൽ മുത്തവ് ആണ് ഇക്കാര്യം അറിയിച്ചത്. സൈബർ അറ്റാക്ക് കാരണം തൊഴിൽ മന്ത്രാലയം ഉൾപ്പെടെ സൗദിയിൽ ചില സർക്കാർ സ്ഥാപനങ്ങളുടെ ഓൺലൈൻ സേവനം തകരാറിലായിരുന്നു. പ്രശ്നം പരിഹരിക്കാൻ 3 ആഴ്ചയോളം സമയമെടുത്തിരുന്നു. ഈ കാലയളവിൽ നിരവധി പേർക്ക് തൊഴിൽ പെർമിറ്റും താമസരേഖയും പുതുക്കാൻ സാധിച്ചിരുന്നില്ല. ഇത്തരക്കാർക്ക് പിഴ ചുമത്തേണ്ടതില്ലെന്നാണ് തൊഴിൽ മന്ത്രാലയം തീരുമാനിച്ചിട്ടുള്ളത്. തൊഴിൽ മന്ത്രാലയത്തിലെ ലേബർ വിഭാഗം അണ്ടർ സെക്രട്ടറിയാണ് തീരുമാനം അറിയിച്ചതെന്ന് എഞ്ചിനീയർ നയീം അൽ മുത്തവ പറഞ്ഞു. രാജ്യത്തെ കച്ചവടക്കാരുടെയും വാണിജ്യ സ്ഥാപന ഉടമകളുടെയും അഭ്യർത്ഥന മാനിച്ചാണ് പിഴ ഇളവ് ചെയ്യുന്നതെന്ന് മന്ത്രാലയം അറിയിച്ചതായും അദ്ദേഹം പറഞ്ഞു. കച്ചവടക്കാർക്കും വാണിജ്യ സ്ഥാപന ഉടമകൾക്കും ഭീമൻ സംഖ്യ പിഴ അടയ്ക്കേണ്ട സാഹചര്യമാണ് മന്ത്രാലയത്തിന്റെ സേവനം നിലച്ച കാലയളവിലുണ്ടായത്. എന്നാൽ ചേംബർ ഓഫ് കൊമേഴ്സുകളുടെ അഭ്യർത്ഥന തൊഴിൽ മന്ത്രാലയം അനുഭാവപൂർവ്വം പരിഗണിക്കുമായിരുന്നുവെന്നും നയീം അൽ മുത്തവ പറഞ്ഞു. മീഡിയ 1, റിയാദ്. വാർത്തകളിലേക്ക്. ഷാർജയിൽ ഉച്ചനേരത്ത് ലഭിച്ചുവന്ന സൗജന്യ വാഹന പാർക്കിംഗ് സംവിധാനം അടുത്ത മാസത്തോടെ ഇല്ലാതാകും. മലയാളികൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് പ്രവാസികൾ അനുഭവിച്ചു വന്ന ആനുകൂല്യമാണ് ഇതോടെ നഷ്ടമാകുന്നത്. ദുബായിൽ നേരത്തെ തന്നെ ഉച്ചനേരത്തെ പാർക്കിങ്ങിനും ഫീസ് ഏർപ്പെടുത്തിയിരുന്നു. ഷാർജയിൽ അടുത്ത മാസം മുതൽ രാവിലെ 8 മുതൽ രാത്രി 10 വരെ വാഹനം നിർത്തിയിടാൻ പണം നൽകേണ്ടി വരും. ഇതുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പ് ബോർഡുകൾ ഷാർജയിൽ പരക്കെ സ്ഥാപിച്ചു തുടങ്ങി. റമദാൻ മാസവും രാവിലെ 8 മുതൽ രാത്രി 12 വരെ വാഹനം നിർത്തിയിടാൻ പണം നൽകണമെന്നുകൂടി മുന്നറിയിപ്പിൽ പ്രത്യേകം സൂചിപ്പിച്ചിട്ടുണ്ട്. ഇതോടെ ഷാർജ പട്ടണം ഏറെക്കുറെ പൂർണ്ണമായും പെയ്ഡ് പാർക്കിംഗ് സംവിധാനത്തിന് ചുവടെയായി. അപൂർവം ഇടങ്ങളിൽ മാത്രമായിരിക്കും ഇനി സൗജന്യമായി വാഹനം നിർത്താനുള്ള സൗകര്യം. മധ്യാഹ്ന സൗജന്യം നിർത്തലാക്കുന്നതോടെ അലസമായി വാഹനം നിർത്തിപ്പോകുന്ന പ്രവണത പൂർണ്ണമായും ഇല്ലാതാകുമെന്നാണ് നഗരസഭയുടെ കണക്കുകൂട്ടൽ. സാധാരണക്കാരായ പ്രവാസികൾക്ക് ഇത് സാമ്പത്തിക പ്രയാസവും ഉണ്ടാക്കും. എന്നാൽ നിയമത്തെ മാനിക്കാതെ വാഹനം നിർത്തിയിടുന്നതാണ് മിക്ക ഭാഗത്തും പെയ്ഡ് പാർക്കിംഗ് കൊണ്ടുവരാൻ അധികൃതരെ പ്രേരിപ്പിച്ച പ്രധാന ഘടകം. സമയപരിധിയില്ലാതെ വാഹനം നിർത്തിയിടുന്ന സാഹചര്യം അത്യാവശ്യങ്ങൾക്ക് വരുന്നവർക്ക് പ്രയാസം സൃഷ്ടിച്ചതും പുതിയ ക്രമീകരണം ഏർപ്പെടുത്താൻ അധികൃതരെ പ്രേരിപ്പിച്ചു. പരിശോധനാ നടപടികൾക്കായി കൂടുതൽ ഉദ്യോഗസ്ഥരെയും നിയമിക്കും. SMS സംവിധാനം ഉപയോഗിച്ച് പാർക്കിംഗ് ഫീ അടയ്ക്കാനുള്ള നമ്പറുകളും ബോർഡുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മീഡിയ 1, ഷാർജ.
മൊബൈൽ ഫോണിൽ സംസാരിച്ച് ഡ്രൈവ് ചെയ്യുന്നവർക്ക് കൂടുതൽ കടുത്ത ശിക്ഷ ഉറപ്പാക്കുന്ന കാര്യം ദുബായ് പോലീസിന്റെ പരിഗണനയിൽ. അപകടരഹിത നഗരം എന്ന ലക്ഷ്യം നടപ്പാക്കുന്നതിന്റെ ഭാഗമായി വലിയ ശിക്ഷയും ബോധവൽക്കരണ പരിപാടികളുമാണ് നടപ്പാക്കാൻ പോലീസ് ആലോചിക്കുന്നത്. ദുബായ് നഗരത്തിൽ സംഭവിക്കുന്ന അപകടങ്ങളിൽ നല്ലൊരു പങ്കും അമിതവേഗതയും ഡ്രൈവർമാരുടെ മൊബൈൽ ഫോൺ ഉപയോഗവുമാണെന്നാണ് കണ്ടെത്തൽ. ഡ്രൈവിംഗിനിടെ ഫോൺ ഉപയോഗിക്കുന്നവർക്ക് 200 ദിർഹം ഫൈനും 4 ബ്ലാക്ക് പോയിന്റുമാണ് നിലവിലുള്ളത്. എന്നാൽ ഇതുകൊണ്ട് മാത്രം നിയമലംഘകരെ അമർച്ച ചെയ്യാൻ സാധിക്കില്ലെന്നാണ് പിന്നിട്ട 4 വർഷത്തെ അനുഭവമെന്ന് ദുബായ് ട്രാഫിക് പോലീസ് ഡയറക്ടർ ബ്രിഗേഡിയർ സെയ്ഫ് മുഹൈർ അൽ മസ്റൂയി പറഞ്ഞു. നേരത്തെ ഫെഡറൽ കൗൺസിൽ മുന്നോട്ടുവച്ച നിർദ്ദേശപ്രകാരം ഡ്രൈവിംഗിനിടെ ഫോൺ ഉപയോഗിക്കുന്നവർക്ക് 1000 ദിർഹം ഫൈനും 12 ബ്ലാക്ക് പോയിന്റും 1 മാസത്തേക്ക് വാഹനം കണ്ടുകെട്ടലുമായിരുന്നു ശിക്ഷ. നിലവിലെ സാഹചര്യത്തിൽ കടുത്ത നടപടി ആവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഏതായാലും പുതിയ തീരുമാനം വൈകാതെ തന്നെ ഉണ്ടാകുമെന്ന സൂചന തന്നെയാണ് ദുബായ് പോലീസ് നൽകുന്നത്. വാഹനമോടിക്കുമ്പോൾ മൊബൈൽ ഫോണിൽ സംസാരിക്കുന്നത് മദ്യപിച്ച് വാഹനമോടിക്കുന്നതിന് തുല്യമായി തന്നെ കാണേണ്ടതാണെന്ന അഭിപ്രായവും ഉയർന്നിട്ടുണ്ട്. 59,891 കേസുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് പോയ വർഷം രേഖപ്പെടുത്തിയത്. ഡ്രൈവിംഗിനിടെ സാമൂഹ്യ മാധ്യമങ്ങളുടെ ഉപയോഗം പോലും നടത്തുന്നവരുണ്ടെന്നും ഇത് ഒരിക്കലും അനുവദിക്കാനാവില്ലെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. മീഡിയ 1 ദുബായ്. ഈ വർഷത്തെ ആദ്യ ഹജ്ജ് വിമാനം ജൂലൈ 24-ന് സൗദി അറേബ്യയിലെത്തും. അവസാന ഹജ്ജ് വിമാനം ഓഗസ്റ്റ് 26-നായിരിക്കുമെന്നും സിവിൽ ഏവിയേഷൻ ജനറൽ അതോറിറ്റി അറിയിച്ചു. ഹജ്ജ് വിമാന സർവീസ് കാര്യക്ഷമമാക്കുന്നതിന്റെ ഭാഗമായി അതോറിറ്റി ശില്പശാല സംഘടിപ്പിച്ചു. ജിദ്ദ, മദീന വിമാനത്താവളങ്ങളിലേക്കാണ് ഹാജിമാരെ വഹിച്ചുള്ള വിമാനങ്ങളെത്തുക. ആദ്യഘട്ടത്തിലെ വിമാനങ്ങൾ മദീനയിലേക്കായിരിക്കും സർവീസ് നടത്തുക. ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ ഹജ്ജ് വിമാനം ജൂലൈ 25-ന് മദീനയിലെത്തും. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി വഴിയുള്ള ആദ്യ വിമാനം ഓഗസ്റ്റ് 8-നാണ് ജിദ്ദയിലെത്തുക. 6,94,171 തീർത്ഥാടകർ ജിദ്ദ വിമാനത്താവളത്തിലും 5,51,170 പേർ മദീനയിലുമാണ് കഴിഞ്ഞ വർഷം ഇറങ്ങിയത്. 58 വിമാന കമ്പനികളാണ് 2016-ൽ ഹാജിമാരുമായി സർവീസ് നടത്തിയത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 2,60,000 ഹാജിമാർ ഇത്തവണ അധികമുണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഹറം വികസനവുമായി ബന്ധപ്പെട്ട് നേരത്തെ വെട്ടിക്കുറച്ച കോട്ട പുനഃസ്ഥാപിച്ചതോടെയാണ് ഹാജിമാരുടെ എണ്ണത്തിൽ വർധനവുണ്ടാകുന്നത്. 18,62,909 പേരാണ് കഴിഞ്ഞ വർഷം ഹജ്ജ് നിർവഹിച്ചത്. ഇതിൽ 13,25,372 ഹാജിമാർ 169 രാജ്യങ്ങളിൽ നിന്നുള്ളവരായിരുന്നു. ഹജ്ജ് വിമാന സർവീസ് കാര്യക്ഷമമാക്കുന്നതിന്റെ ഭാഗമായി ജിദ്ദ ഹിൽട്ടൺ ഹോട്ടലിൽ സിവിൽ ഏവിയേഷൻ ജനറൽ അതോറിറ്റി ശില്പശാല സംഘടിപ്പിച്ചു. സർക്കാർ, സ്വകാര്യ വകുപ്പ് പ്രതിനിധികൾ, ഏജൻസി പ്രതിനിധികൾ, മക്ക മദീന ഗവർണറേറ്റ് പ്രതിനിധികൾ, ഹജ്ജ് ഉംറ മന്ത്രാലയ ഉദ്യോഗസ്ഥർ, മക്ക വികസന അതോറിറ്റി ഉദ്യോഗസ്ഥർ, വിവിധ വിമാന കമ്പനി പ്രതിനിധികൾ എന്നിവർ ശില്പശാലയിൽ പങ്കെടുത്തു. മീഡിയ 1 ജിദ്ദ. സമൂഹ മാധ്യമങ്ങളിലെ അതിരുവിടലുകൾക്കെതിരെ അബുദാബി പോലീസിന്റെ മുന്നറിയിപ്പ്. ധനസമ്പാദനത്തിനും അവരെ അപകീർത്തിപ്പെടുത്തുന്നതിനും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർ കടുത്ത ശിക്ഷ നേരിടേണ്ടി വരുമെന്നാണ് അധികൃതരുടെ മുന്നറിയിപ്പ്. വ്യക്തികളുടെയോ കുടുംബങ്ങളുടെയോ സ്വകാര്യതകൾ സമൂഹ മാധ്യമങ്ങൾ വഴി പ്രസിദ്ധപ്പെടുത്തുന്നതും കുറ്റകരമാണ്. തെറ്റായ പ്രവണതകൾ അടിയന്തരമായി അവസാനിപ്പിക്കണമെന്നും അബുദാബി പോലീസ് പൊതുസമൂഹത്തിന് നിർദ്ദേശം നൽകി. നിർമ്മാണ അറ്റകുറ്റപ്പണികൾക്കായി ചില റോഡുകൾ അടച്ചിടുന്നതിനാൽ വെള്ളിയാഴ്ച ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് പോകുന്ന യാത്രക്കാർ മുൻകരുതൽ സ്വീകരിക്കണമെന്ന് അധികൃതരുടെ മുന്നറിയിപ്പ്. വെള്ളിയാഴ്ച പുലർച്ചെ 2-ന് ആരംഭിക്കുന്ന ജോലികൾ ഉച്ചയ്ക്ക് 1 മണിവരെ തുടരും. മറാക്കേഷ് സ്ട്രീറ്റും എയർപോർട്ട് റോഡും തമ്മിൽ ചേരുന്ന ഇടത്താണ് റോഡ് ഗതാഗത അതോറിറ്റി ജോലികൾ നടക്കുക. എയർപോർട്ട് റോഡ്, എമിറേറ്റ്സ് ഗ്രൂപ്പ് ആസ്ഥാനം, ടെർമിനൽ 3-ലേക്കുള്ള വഴികൾ എന്നിവിടങ്ങളിലും പരിസരത്തുമാണ് മുഖ്യമായും ഗതാഗത കുരുക്കിന് സാധ്യത. സൗകര്യങ്ങൾ വർദ്ധിക്കുന്നതിനുള്ള വികസന ജോലികളാണ് ഇപ്പോൾ നടക്കുന്നത്. ജിദ്ദയിൽ കഴിഞ്ഞയാഴ്ച കോമിക് കോൺ നടത്തിയ ചില വിനോദ പരിപാടികളിൽ ഉണ്ടായ നിയമലംഘനങ്ങളിൽ ഖേദം പ്രകടിപ്പിക്കുന്നതായി ജനറൽ അതോറിറ്റി ഫോർ എന്റർടൈൻമെന്റ് അറിയിച്ചു. വിഷയങ്ങളിലെ വൈവിധ്യവും സംഘാടക മികവും കാരണം പരിപാടി പൊതുവെ വിജയകരമായിരുന്നെങ്കിലും ചില പരിപാടികൾ നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായിരുന്നുവെന്നും അതോറിറ്റി വ്യക്തമാക്കി. സൗദി അറേബ്യയിൽ വിനോദ പരിപാടികൾ സംഘടിപ്പിക്കുന്നതിന് നേതൃത്വം നൽകുന്ന ഏജൻസി എന്ന നിലയിൽ ജനറൽ അതോറിറ്റി ഫോർ എന്റർടൈൻമെന്റിന് മുഴുവൻ പരിപാടികളും രാജ്യത്തെ സംസ്കാരത്തിനും മൂല്യങ്ങൾക്കും നിരക്കുന്നതായിരിക്കണമെന്ന് നിർബന്ധമുണ്ട്. ഇതിന് വിരുദ്ധമായ ചില സമീപനങ്ങൾ ജിദ്ദ കോമിക് കോണിൽ ഉണ്ടായ സാഹചര്യത്തിലാണ് അതോറിറ്റി ഖേദം പ്രകടിപ്പിക്കുന്നത്. ഇതിന് കാരണക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിച്ചതായും അതോറിറ്റി വ്യക്തമാക്കി. മൂല്യവത്തായ വിനോദ പരിപാടികൾ രാജ്യത്തുടനീളം സംഘടിപ്പിക്കുകയാണ് ജനറൽ അതോറിറ്റി ഫോർ എന്റർടൈൻമെന്റ് ലക്ഷ്യം വെക്കുന്നത്.
ഇതുവരെ 100-ലധികം വ്യത്യസ്ത വിനോദ പരിപാടികൾ സംഘടിപ്പിച്ചു കഴിഞ്ഞു. രാജ്യത്തിന്റെ സമ്പുഷ്ടമായ പാരമ്പര്യവും മൂല്യങ്ങളും മുറുകെ പിടിച്ചായിരിക്കും വിനോദ പരിപാടികൾ സംഘടിപ്പിക്കുകയെന്നും എന്റർടൈൻമെന്റ് അതോറിറ്റി വ്യക്തമാക്കി. അതോടൊപ്പം പരിപാടികളുടെ നിലവാരം ഉയർത്താനാവശ്യമായ നിർദ്ദേശങ്ങളും ആരോഗ്യകരമായ വിമർശനങ്ങളും സ്വീകരിക്കും. സൗദിയിൽ ആദ്യമായാണ് കഴിഞ്ഞ വാരം ജിദ്ദയിൽ കോമിക്കോൺ പരിപാടി സംഘടിപ്പിച്ചത്. 3 ദിവസങ്ങളിലായി നടന്ന പരിപാടിയിൽ 24,000-ഓളം പേരാണ് പങ്കെടുത്തത്. മീഡിയ 1 ജിദ്ദ. വാഹനാപകടത്തിൽ പരിക്കേറ്റ തൃശൂർ സ്വദേശി ആന്റണി കൊക്കാടന് 22 ലക്ഷം UAE ദിർഹം നഷ്ടപരിഹാരം നൽകാൻ ദുബായ് കോടതിയുടെ വിധി. ഏതാണ്ട് 4 കോടിയോളം ഇന്ത്യൻ രൂപ വരും ഇത്. 2015-ൽ ഉമുൽ ഖുവൈൻ ഹൈവേയിൽ അറബ് വംശജർ ഓടിച്ച വാഹനമിടിച്ചാണ് ആന്റണിക്ക് പരിക്കേറ്റത്. അലി ഇബ്രാഹിം അഡ്വക്കേറ്റ്സ് പ്രതിനിധി സലാം പാപ്പിനിശ്ശേരിയാണ് ആവശ്യമായ നിയമസഹായം നൽകിയത്. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മീഡിയ 1-മായി സഹകരിച്ച് പെരിന്തൽമണ്ണയിൽ സംഘടിപ്പിക്കുന്ന ഷോപ്പിംഗ് ഉത്സവ് ലോഗോ പ്രകാശനം ചെയ്തു. മീഡിയ 1 ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ചെയർമാൻ PP മുഹമ്മദ് അലിയാണ് ലോഗോ പ്രകാശനം ചെയ്തത്. ഏപ്രിൽ 21 മുതൽ 30 വരെ പെരിന്തൽമണ്ണയിലാണ് ഷോപ്പിംഗ് ഉത്സവ്. സാംസ്കാരിക വിനോദ പരിപാടികളും ഉത്സവിന്റെ ഭാഗമായി നടക്കും. പ്രമുഖ ജ്വല്ലറി ഗ്രൂപ്പായ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സുമായി ചേർന്നാണ് മീഡിയ 1 ഷോപ്പിംഗ് ഉത്സവ് ഒരുക്കുന്നത്. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ PP മുഹമ്മദ് അലി പരിപാടിയുടെ ലോഗോ പ്രകാശനം ചെയ്തു. മീഡിയ 1 എല്ലാ വർഷവും പല സ്ഥലങ്ങളിൽ നടത്തി വരാറുള്ള എല്ലാ പരിപാടിയിലും എപ്പോഴും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് സഹകരിക്കാറുണ്ട്. തുടർന്നും ഇതേപോലെ എല്ലാ സംഗതിക്കും ഞങ്ങൾ സഹകരണം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. മാധ്യമം മീഡിയ 1 ഗ്രൂപ്പ് എഡിറ്റർ O അബ്ദുറഹ്മാൻ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഡയറക്ടർ EK ഇബ്രാഹിം, മീഡിയ 1 ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ M അബ്ദുൾ മജീദ്, ഡെപ്യൂട്ടി CEO M സാജിദ്, മീഡിയ 1 എഡിറ്റർ ഇൻ ചീഫ് CL തോമസ്, മാധ്യമം സീനിയർ ജനറൽ മാനേജർ സിറാജ് അലി, മീഡിയ 1 മാർക്കറ്റിംഗ് ചീഫ് ജനറൽ മാനേജർ C മാത്യു എന്നിവരും ലോഗോ പ്രകാശന ചടങ്ങിൽ പങ്കെടുത്തു. ഇവന്റ് പാർട്ണറായ സംരംഭക മിത്ര ചെയർമാനും കൈത്തറി വകുപ്പ് മുൻ ഡയറക്ടറുമായ സാം ഇട്ടിച്ചെറിയെയും ചടങ്ങിനെത്തിയിരുന്നു. മീഡിയ 1 മലപ്പുറം. മാർച്ച് 10-ന് ഖത്തറിൽ വെച്ച് നടക്കുന്ന മീഡിയ 1 14-ാം രാവ് റിയാലിറ്റി ഷോ സീസൺ 5-ന്റെ ഗ്രാൻഡ് ഫിനാലെയിൽ മത്സരാർത്ഥികൾക്ക് പുറമെ മറ്റു പ്രമുഖ ഗായകരുടെ അവതരണവും ഉണ്ടാകുമെന്ന് സംഘാടകർ ദോഹയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഖത്തറിലെ ഏഷ്യൻ ടൗൺ ആംഫി തിയേറ്ററിൽ 10,000-ലധികം കാണികളെ സാക്ഷി നിർത്തിയായിരിക്കും പരിപാടിയെന്നും വിധികർത്താക്കളായ ഷാൻ റഹ്മാനും ഫൈസൽ എളേറ്റിലും അറിയിച്ചു. മീഡിയ 1 ചാനലിലെ മാപ്പിളപ്പാട്ട് റിയാലിറ്റി ഷോ ആയ 14-ാം രാവ് സീസൺ 5-ന്റെ ഗ്രാൻഡ് ഫിനാലെയാണ് മാർച്ച് 10-ന് ഖത്തറിലെ ഏഷ്യൻ ടൗൺ ആംഫി തിയേറ്ററിൽ നടക്കുക. 14-ാം രാവിന്റെ ഇതുവരെയുള്ള 5 സീസണുകളിലെയും ഏറ്റവും മികച്ച ഗായകരിൽ നിന്ന് തെരഞ്ഞെടുത്ത ഷംസാദ്, നർമ്മദ, നികേഷ്, തീർത്ത, അജ്മൽ എന്നിവരാണ് ഗ്രാൻഡ് ഫിനാലെയിൽ മത്സരിക്കുക. സംഗീത സംവിധായകൻ ഷാൻ റഹ്മാൻ, പിന്നണി ഗായകൻ വിധു പ്രതാപ്, ഗായിക രഹ്ന, ഫൈസൽ എളേറ്റിൽ എന്നിവരാണ് വിധികർത്താക്കൾ. പിന്നണി ഗായിക അനിത ഷെയ്ഖ്, ഗായകൻ ആദിൽ അത്തു തുടങ്ങിയവരും ഗ്രാൻഡ് ഫിനാലെയിൽ ഗാനങ്ങൾ അവതരിപ്പിക്കുമെന്ന് സംഘാടകർ ദോഹയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഷിഫ അൽ ജസീറ മെഡിക്കൽ ഗ്രൂപ്പ് നൽകുന്ന 10 ലക്ഷം രൂപയാണ് ഒന്നാം സമ്മാനം. അലി ഇന്റർനാഷണൽ ട്രേഡിംഗ് നൽകുന്ന 5 ലക്ഷം രൂപയുടെ 2ാം സമ്മാനവും, നെല്ലറ ഫുഡ് പ്രൊഡക്ട്സ് നൽകുന്ന 3 ലക്ഷം രൂപയുടെ 3ാം സമ്മാനവും, അൽ ഉസ്ര റെസ്റ്റോറന്റ് നൽകുന്ന 50,000 രൂപ വീതമുള്ള 4ഉം 5ഉം സമ്മാനങ്ങളുമാണ് വിജയികൾക്ക് ലഭിക്കുക. മാപ്പിള ഗാനശാഖയിൽ സമഗ്ര സംഭാവനകൾ നൽകിയ 2 പ്രതിഭകൾക്ക് സാമ്പത്തിക സഹായവും വേദിയിൽ നൽകും. ഖത്തറിലെ പ്രമുഖരായ സ്വദേശി കലാകാരന്മാരെയും ചടങ്ങിൽ ആദരിക്കും. 10,000-ൽ പരം സംഗീതാസ്വാദകരും ഒട്ടനവധി വിശിഷ്ട വ്യക്തിത്വങ്ങളും ഈ പരിപാടിക്ക് സാക്ഷ്യം വഹിക്കും. 3.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന സംഗീത പരിപാടി വൈകിട്ട് 7-ന് ആരംഭിക്കും. പ്രവേശനം പാസ് മുഖേന നിയന്ത്രിക്കുമെന്നും സംഘാടകർ അറിയിച്ചു. 14-ാം രാവ് വിധികർത്താക്കളായ സംഗീത സംവിധായകൻ ഷാൻ റഹ്മാൻ, മാപ്പിളപ്പാട്ട് നിരൂപകൻ ഫൈസൽ എളേറ്റിൽ എന്നിവർക്ക് പുറമെ സംഘാടക സമിതി മുഖ്യ രക്ഷാധികാരി K മുഹമ്മദ് ഈസ, ചെയർമാൻ ഷറഫ് P ഹമീദ്, മാധ്യമം മീഡിയ 1 എക്സിക്യൂട്ടീവ് കമ്മിറ്റി ചെയർമാൻ റഹീം ഓമശ്ശേരി, ലോജിക് ഗ്രൂപ്പ് CEO മുഹമ്മദ് സിറാജ്, ഷിഫ അൽ ജസീറ CEO ബാബു ഷാനവാസ്, ക്വാളിറ്റി ഗ്രൂപ്പ് മീഡിയ ആൻഡ് ഓപ്പറേഷൻ മാനേജർ റയീസ് K, ബ്രാഡ്മ ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ മുഹമ്മദ് ഹാഫിസ് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. മീഡിയ 1 ദോഹ. മിഡീസ് ടവർ പൂർണ്ണമാകുന്നു. ഇനി സ്പെഷ്യൽ എഡിഷന്റെ പുനഃസംരക്ഷണം കാണാം. നമസ്കാരം.